വയ്ക്കാമേ. കപ്പ ആദ്യം തോല് പൊളിക്കാം. തോല് പൊളിച്ചതിന് ശേഷം നമുക്കിത് കറി വയ്ക്കണം കാണിച്ചു തരാം. പിന്നെ കറി വയ്ക്കാൻ വേണ്ടി നമ്മൾ കപ്പ ഇങ്ങനെയാണ് നമ്മളെ നാട്ടിൽ അരിയണത്. ആ കാലിൻ്റെ അറുപ്പൂത്തി വെച്ച് കുന അരിയും. ഇതാ ഇങ്ങനെയാണ് അരിഞ്ഞത്. കണ്ട ഇങ്ങനെ അരിഞ്ഞ് നീ അരിഞ്ഞ കപ്പ കഴുകി പാത്രത്തിൽ വെള്ളമിട്ട് കൊണ്ടുവരികയാണേ. കറി വെച്ച് മീനെന്തെല്ലാം നോക്കാമേ. ഉപ്പുണ്ട് എല്ലാം നോക്കാം. തവിയിട്ട് കിണ്ടിയ മീൻ പൊടിഞ്ഞു പോവും. അതുകൊണ്ട് നമുക്ക് ചിറ്റിക്കാം. പിന്നെ എടുത്ത് ചിറ്റി അപ്പം നോക്കട്ടെ. ഉപ്പ് കുറവാണ്. നല്ല ഉപ്പും കൂടെ നമുക്കിടാം. മതിയാകും. അതുകൊണ്ട് കരിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. അപ്പം നല്ലതായിട്ട് വറ്റി വരും. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ അപ്പം അടുപ്പിൽ വയ്ക്കുകയാണേ. അപ്പം അടുപ്പ് വെച്ച് നമുക്കെല്ലാം അടച്ച് വെച്ച് തിളപ്പിക്കാം. ഓക്കെ. ഇതേ ഞങ്ങളെ പറമ്പിൽ ഉണ്ടായതാണ്. ഞാൻ സ്വന്തമായിട്ട് കൃഷിഭവനിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടുവന്ന് നട്ട തൈയാണ് അഗസ്തിച്ചീര. ഇതിൻ്റെ പൂവ് തോരൻ വെച്ചാൽ നല്ല ഗുണമുണ്ട്. ഇത് മുട്ടയും കൂടെ ഇട്ട് തോരൻ വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതിനെ ഞാൻ ചെറുതായിട്ട് അരിയാൻ പോവേണേടെ. ചെറുതായിട്ട് അരിയാം. എങ്ങനെയാണ് എടുക്കണത്. ഇതിൻ്റെ പന്നൽ ആദ്യം എങ്ങനെ എടുക്കണം. പൂ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. തണ്ട് നമുക്ക് വേണ്ട. തണ്ടിട്ടാൽ കഴിക്കും. എന്നിട്ട് പൂവിനെ ഇങ്ങനെ നുള്ളിയെടുത്ത് കുന അരിയണം. എങ്ങനെയാണ് അരിയണത്. ഇങ്ങനെ വെച്ച് ഇതുപോലെ ചെറുതായിട്ട് അരിയണേ. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി. അതുപോലെ ബാക്കിയും കൂടെ നമുക്ക് ചെയ്തെടുക്കാം. ഇതൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. മലക്കറി വാങ്ങിക്കണേക്കാളും നല്ലതാണ്. ചെറുതായിട്ടരിഞ്ഞ് ഇത്രയും മതി. 2 മുട്ടയും കൂടെ ഇട്ട് കിണ്ടി തോരൻ വെച്ചാൽ ഒരു വീട്ടിലെ 3 പേർക്ക് കഴിക്കാം. ഇത്രയേ ഉള്ളു പണി. കഴിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് എടുക്കാം. നമുക്ക് തോരൻ വയ്ക്കാം. നമ്മൾ നേരത്തെ വെച്ച മീനാണ് കിളിമീൻ. ഇതാ നല്ല വറ്റിയിട്ടുണ്ട്. നല്ല രുചിയുണ്ട്. എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് ഉപ്പും പുളിയും മുളകും മല്ലിയും എല്ലാം വെച്ച് നന്നായിട്ടുണ്ട്. നല്ല വറ്റി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. നേരത്തെ ഉണ്ടാക്കിയ ഇല തോരൻ വയ്ക്കണേ. പൂവിട്ട് വെളിച്ചെണ്ണ വീത്തണമെങ്കിൽ വീത്താം. വെളിച്ചെണ്ണയിൽ ആവശ്യമില്ല. കാരണം മുട്ടയും കൂടെ പൊട്ടിച്ച് വീത്തണമുണ്ട്. ആളുടെ ആരോഗ്യത്തിന് നല്ലതാണ് വെളിച്ചെണ്ണ വീത്തേണ്ട. വെളിച്ചെണ്ണ വീത്തി കടുവറുത്ത് ഇട്ടാൽ കൊള്ളാം. പക്ഷേ ഞങ്ങൾ വെളിച്ചെണ്ണ വീത്താറില്ല. ശകലം ഉപ്പ് പൊടിയും കൂടെ അതിൻ്റെ പുറത്തൂടെ തൂറ്റി കുറച്ച് മതി. ലേശം മതി. ഇത്രയും കൂടെ ഇട്ട് ഒന്ന് കിണ്ടണം. വാടി അങ്ങനെ വരുമ്പം നമുക്ക് 4 മുട്ടയുണ്ട്. 4, 3 നിങ്ങളിഷ്ടത്തിന് ആളിൻ്റെ എണ്ണം അനുസരിച്ച് ഒഴിക്കാം. ഞങ്ങൾക്കിപ്പോൾ 4 എണ്ണം മതി.
4 മുട്ടയും വെച്ച് ഇങ്ങനെ നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. ഇതെല്ലാം കൂടെ നല്ല ഇളക്കി യോജിപ്പിച്ച് ഉപ്പിൻ്റെ ആവശ്യം വരണില്ല, വേണമെങ്കിൽ ഉപ്പിട്ടാൽ മതി. ഇപ്പോൾ ഞാൻ ഇട്ട കണക്കാണ്, അതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ടുണ്ട്. ഇങ്ങനെ ഇരുന്നത് കുറച്ച് നേരം നമ്മൾ അടച്ചു വയ്ക്കുമ്പോൾ നല്ല കാര്യം. നമ്മളെ മരിച്ചിനിതാ വെള്ളം അനന്ന് തിളച്ച് വരുന്നുണ്ട്. ഒരു 10 മിനിറ്റ് അങ്ങനെ മടിക്കാം. മുട്ട തോര എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാമേ. കണ്ട നല്ല പരിവപ്പെട്ട് അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. ഇതിനെ നമുക്ക് നല്ലവണ്ണം കിണ്ടി തോരൻ പരുവത്തി എടുക്കണം. ഇങ്ങനെ നല്ലതുപോലെ കിണ്ടി വേണമെങ്കിൽ ഇങ്ങനെ എടുത്ത് മുറിച്ച് 4-3 പാത്രത്തിൽ വെച്ച് കൊടുത്താലും മതി. ഇല്ലെങ്കിൽ നമുക്കിത് നല്ലവണ്ണം കിണ്ടി എടുത്ത് നല്ലതായിട്ട് എടുക്കാം. കിണ്ടി ഇങ്ങനെ നല്ല മുട്ടയും ഇലയും കൂടെ നല്ല മണവും ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്, ഗുണവും ഉണ്ട്. കുട്ടികൾക്കൊക്കെ കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ പണി കഴിഞ്ഞു. ഇതാണ് നമ്മൾ അഗസ്ത്യ ചീരയും മുട്ടയും കൂടെ ഇട്ട തോരൻ കഴിഞ്ഞ്. അത് നമ്മളെ മരിച്ചിന് നമ്മൾ നേരത്തെ വെച്ച മരിച്ചിന് തിളച്ച് ഒരു വെള്ളം നമുക്ക് ഊറ്റിയെടുക്കാം. ഊറ്റിയെടുക്കുകയാണ്. ഇങ്ങനെയാണ് ഒരു പാത്രത്തിൽ വെച്ച് അതിൻ്റെ വെള്ളം ഇങ്ങനെ കളഞ്ഞെടുക്കണം. ഇതുപോലെയാണ് ഊറ്റി 1-ാം വെള്ളം ഊറ്റിയെടുക്കുക. എങ്കിൽ അതിൻ്റെ ഊറ്റിയൊക്കെ പോകുള്ളൂ. നമ്മളെ മരിച്ചിന് ഊറ്റി എന്നിട്ട് അതിനകത്തേക്ക് ശകലം മഞ്ഞപ്പൊടി, കുറച്ച് മതി, ശകലം മഞ്ഞപ്പൊടി, ശകലം ജീരകം, കുറച്ച് മരിച്ചിനിക്ക് കണക്കിന് ശകലം കുറച്ച് ഉപ്പ്, ഒരു തണ്ട് കറിവേപ്പില, ഇത്രയും കൂടെ ഇട്ട് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. അടച്ചു വെച്ച് വറ്റിക്കാം. അങ്ങനെയാണ് നമ്മൾ വരച്ച് നടക്കുന്നത്. ഇങ്ങനെ കൊടുത്തിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. ഇങ്ങനെയാണ് കപ്പ ഇളക്കിയ മരിച്ചിനി. ഉച്ചയ്ക്ക് നവര മീനിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. അടുത്തതായിട്ട് ഉണ്ടാക്കുന്നത് മാമ്പഴ പുളിശ്ശേരിയാണേ. അതിന് ഒരു മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് വെള്ളത്തിലിട്ട് തിളപ്പിക്കണം. അതിൻ്റെ കൂടെ കുറച്ച് മതി, കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് തിളപ്പിക്കണം. തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. നമ്മളെ മാങ്ങാപ്പുളിശ്ശേരി തിളച്ച് തുടങ്ങി. നമുക്ക് ഇതിലേക്ക് അരപ്പ് വയ്ക്കാം. അരപ്പിന് നല്ല തേങ്ങയും തൈരും കൂടെ അടിച്ചതാണ്. ശകല ഇഞ്ചിയും കൂടെ ഇട്ടാൽ വയറിനസ് വേണം. ശകല ഇഞ്ചിയും കൂടെ ഇട്ട് അടിച്ച് കൊണ്ടുവന്നതാണ്. ശകല വെള്ളവും കൂടെ വെച്ച് കഴുകിയെടുക്കാം. മധുരം കുറവാണെങ്കിൽ ശകലം പഞ്ചസാരയും കൂടെ ഇട്ട് കലക്കി തിളച്ച് വരുമ്പോഴത്തേക്കും എല്ലാം അതിൻ്റെ കണക്കിനുണ്ട്. നമുക്ക് അടച്ച് വെച്ച് തിളപ്പിക്കാം. നമുക്കിതിനെ വാങ്ങി ഇങ്ങോട്ട് വയ്ക്കാം. എന്നിട്ട് താളിക്കാം. കടുകും മുളകും കൂടെ താളിക്കാം. ഇത് പൊട്ടിത്തുടങ്ങി. അതിലേക്ക് ഒരു നുള്ളി കരിവേപ്പില ഇടാം. നമുക്കിത് തീ ഓഫാക്കാം. ഇതിലേക്ക് ഒഴിക്കാം. നമ്മുടെ മാമ്പഴ പുളിശ്ശേരി സൂപ്പർ. നമ്മൾ ഇന്നത്തെ പാചകം തീർന്നു. ഓക്കെ ബൈ. ഉണ്ടാക്കിയത് മരിച്ചിനി പുഴുങ്ങിയത്, നവരമീൻ കറി വെച്ചത്, മാമ്പഴ പുളിശ്ശേരി, അഗസ്ത്യ ചീരയും മുട്ടയും കൂടിയിട്ട തോരൻ. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് കഴിച്ച് നോക്കാം. ഇൻഗ്രീഡിയൻസ്
ഇത്ര ഐറ്റമാണ് അതൊരു ഷെഫിന് കഴിക്കാൻ കൊടുക്കാം. ആദ്യമായി ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം ഒരാളിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണേ. മരിച്ചിന് നല്ല കിളിമീൻ അടിപൊളി മരിച്ചിൻ്റെ പുറത്തൂടെ ഇങ്ങനെ വീഴ്ത്തി തിന്ന് നോക്കണം. തിന്നിട്ട് അഭിപ്രായം പറയണം. അടുത്ത് നമ്മളെ തോരൻ, അഗസ്ത്യച്ചീരയും മുട്ടയും കൂടി ഇട്ട തോരൻ. അടുത്ത് നമ്മളെ പുളിശ്ശേരി, നമ്മുടെ നല്ല മാമ്പഴ പുളിശ്ശേരി. ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് കുഴച്ചടിച്ച് നോക്കിയേ. അടിപൊളി, സൂപ്പർ 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 അടിപൊളി. മാമ്പഴ പുളിശ്ശേരി, കിളിമീൻ കറി, മുട്ട, അഗസ്ത്യക്കീര തോരൻ. സൂപ്പർ സൂപ്പർ. ആകട്ടെ, ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം നല്ലതാണ്, കഴിക്കണമെന്ന് പറയാമേ. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറഞ്ഞല്ല, എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്, നല്ലതുണ്ട്. എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്കും തന്ന് എന്നെ ഈ യൂട്യൂബ് ചാനൽ വളരെ അനുവദിക്കണം. താങ്ക്സ്.